അസ്സലാമു അലൈക്കും. കഴിഞ്ഞ കാല SSF കാലത്തെ സാഹിത്യോത്സവ ഓർമ്മകൾ പങ്കുവെക്കുന്ന അതിൻ്റെ ലക്ഷ്യങ്ങളും സാഹിത്യോത്സവിൻ്റെ ഫലങ്ങളും നമ്മൾ അനുഭവിക്കുന്നവരാണ്. കഴിഞ്ഞ കാലങ്ങളിൽ അത് എങ്ങനെ പരിപൂർണമായി അതിൻ്റെ വിജയത്തിലേക്ക് എത്തിക്കാൻ എങ്ങനെ ഇടപെട്ടു, ആ ദൈവത്തിൻ്റെ ഫലം എങ്ങനെ ഫലിച്ചു എന്ന രീതിയിൽ നമുക്കിവിടെ ചെറിയ സമയം കൊണ്ട് നമ്മുടെ ഓഡിയൻസിനും പുതിയ കാല SSF പ്രവർത്തകർക്കും ബോധ്യപ്പെടുത്താൻ വേണ്ടി ഇങ്ങനൊരു സംഗമം ഡിവിഷൻ കമ്മിറ്റി ആലോചിച്ചതാണ്. അതിൻ്റെ തുടക്കമെന്ന നിലക്ക് സാഹിത്യോത്സവ കാലം കഴിഞ്ഞകാല പ്രസിഡന്റുമാരും ജില്ലാ പ്രസിഡന്റുമാരും ജനറൽ സെക്രട്ടറിയും അടക്കമുള്ള ഈ വേദിയിൽ അത് എന്തുകൊണ്ടും ഫലവത്താവും എന്ന രീതിയിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് ഈ ചർച്ചകൾ കൊണ്ട് വലിയൊരു ദഅവത്ത് ഒന്നും കൂടി നമ്മളെ മനസ്സിലേക്ക് ഊട്ടിയുറപ്പിക്കാൻ കഴിയും എന്ന രീതിയിലാണ് ഈ ആലോചന നടന്നത്. ഇൻഷാ അല്ലാഹ് അതിൻ്റെ ചെറിയ സമയം കൊണ്ട് നമുക്ക് അതിനെ ഉപസംഹരിച്ച് ഇവിടെ ചർച്ച ചെയ്യും. നമ്മോട് ആദ്യമായി സംവദിക്കുന്നത് ബഹുമാനപ്പെട്ട മുൻകാല ജില്ലാ പ്രസിഡന്റ് റഹീം സഖാഫി ഉസ്താദാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറ്റവും സമാദരണീയരായ സുന്നി സ്റ്റുഡൻറ് ഫെഡറേഷൻ 2017-18 വർഷത്തിലെ കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് അഭിമന്യരായ അബ്ദുൽ ജബ്ബാർ സഖാഫി ഉസ്താദ്, അതിനുശേഷമുള്ള കാലയളവിൽ ജില്ലാ ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിച്ച പ്രിയപ്പെട്ട ഫാറൂഖ് മാഷ് പൊസോട്ട്, അതുപോലെ നിലവിലെ മഞ്ചേശ്വരം ഡിവിഷൻ പ്രസിഡന്റ് പ്രിയങ്കരനായ മുനീർ തുടങ്ങിയ സമുന്നതരായ നേതാക്കളാണ് വേദിയിലുള്ളത്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നമ്മളെല്ലാവരും അറിയുന്നത് പോലെ 1973 ഏപ്രിൽ 29 പിറവിയെടുത്ത വിദ്യാർത്ഥി വിപ്ലവ പ്രസ്ഥാനം ശൂന്യതയിൽ നിന്ന് ആരംഭിച്ച് 2 പതിറ്റാണ്ട് പൂർത്തീകരിക്കുന്ന 1993 കാലയളവിലാണ് സാഹിത്യോത്സവ് എന്ന ആശയത്തിന് തുടക്കം കുറിക്കുന്നത്. തീർച്ചയായിട്ടും പരിശുദ്ധ ഇസ്ലാം കലക്കും സാഹിത്യത്തിനും വലിയ പ്രാധാന്യം കൽപ്പിച്ചപ്പോൾ ഇസ്ലാമിൻ്റെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘടന എന്ന രൂപത്തിൽ ഇതിൻ്റെ ലീഡേഴ്സ് പുതിയ കാലത്ത് വിദ്യാർത്ഥികളെ ഏതെല്ലാം രീതിയിൽ കലയിലും സാഹിത്യത്തിലും അവിടെ ഉന്നതിയിലേക്ക് എത്തിക്കാമെന്ന നമ്മുടെ നേതൃത്വത്തിൻ്റെ ആലോചനയുടെ ഫലമായിട്ടാണ് 1993 SSFിൻ്റെ സാഹിത്യോത്സവ് ആരംഭിക്കുന്നത്. 33ാമത് എഡിഷൻ സാഹിത്യോത്സവിലാണ് നമ്മളുള്ളത്. ഇക്കാലയളവിൽ ഒരു വർഷം പോലും മുടങ്ങാതെ സാഹിത്യോത്സവങ്ങൾ ഭംഗിയായി ഓരോ വർഷങ്ങൾ കൂടുമ്പോഴും പുതിയ പുതിയ കാലത്തിന് യോജിച്ച പുതിയ മത്സരങ്ങളും കൊണ്ടുവന്ന് വളരെ ഗംഭീരമായ രീതിയിൽ ഏറ്റവും താഴെത്തട്ടാകുന്ന യൂണിറ്റിലെ തന്നെ ഫാമിലി സാഹിത്യോത്സവങ്ങളിലൂടെയും ശേഷം ഫാമിലി സാഹിത്യോത്സവങ്ങൾക്ക് ശേഷം യൂണിറ്റ് തമ്മിൽ ബ്ലോക്കുകളും ശേഷം യൂണിറ്റ് സാഹിത്യോത്സവവും സെക്ടർ സാഹിത്യോത്സവം ഇങ്ങനെ തുടങ്ങി ഡിവിഷൻ, ജില്ലാ, സ്റ്റേറ്റ്, അങ്ങനെ ദേശീയ തലത്തിൽ നമ്മുടെ സാഹിത്യോത്സവങ്ങൾ വികസിച്ചു നിൽക്കുകയാണ്. പഴയകാലം എന്ന് പറയുമ്പോൾ 1993 കാലങ്ങളിൽ സാഹിത്യോത്സവത്തിനെ കുറിച്ച് കൂടുതൽ അറിയില്ലെങ്കിലും ദർസിലേക്ക് കടന്നു ചെന്നതിന് ശേഷം ഏതാനും ആദ്യത്തെ 2-3 വർഷങ്ങൾ പിന്നിടുമ്പോൾ 1999 മുതൽ, അതായത് SSFിൻ്റെ 6ാമത് സാഹിത്യോത്സവം മുതലാണ് ഒരു വിദ്യാർത്ഥി എന്ന രൂപത്തിൽ സാഹിത്യോത്സവിലെ മത്സരാർത്ഥിയായി കടന്നു വരുന്നത്. തീർച്ചയായിട്ടും ഈ സാഹിത്യോത്സവിലേക്ക് മത്സരാർത്ഥിയായി കടന്നു വരാൻ നമ്മുടെ പൂർവിക നേതൃത്വം പലരും ഇടപെട്ടതിൻ്റെ കാരണമായിട്ടാണ്.
അവസാനം ഈ സാഹിത്യോത്സവം ഒരു ലഹരിയായി മാറിയപ്പോൾ ഈ സാഹിത്യോത്സവിന്റെ കാരണം കൊണ്ടും സംഘടനാ രംഗത്ത് ഒന്നുകൂടി ചുവടുവെക്കണമെന്ന് ആഗ്രഹിക്കുകയും അങ്ങനെ പിന്നീട് മത്സരാർത്ഥിയായി ഒരുപാട് വർഷങ്ങൾ മത്സരിക്കുകയും ശേഷം സംഘടനാ രംഗത്ത് വലിയൊരു ഉത്തരവാദിത്വം അഥവാ യൂണിറ്റ് മുതൽ സംഘടനയുടെ തലപ്പത്ത് യൂണിറ്റ് പ്രസിഡന്റ്, സെക്ടർ അന്നില്ലാത്തത് കൊണ്ട് അന്ന് പഞ്ചായത്തുകളായിരുന്നു, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്, പ്രസിഡന്റ് എന്ന രൂപത്തിൽ ഇങ്ങനെ കടന്നു വന്നപ്പോൾ ഓരോ വർഷവും ഓരോ ഘടകത്തിന് സാഹിത്യോത്സവങ്ങൾ നടത്തേണ്ട വലിയ ഉത്തരവാദിത്വം വരുന്ന ഒരു ഘട്ടം. ആദ്യത്തെ ഘട്ടങ്ങളിലൊക്കെ സെക്ടർ സാഹിത്യോത്സവങ്ങൾ ഇതുപോലെ ഒരു വർഷം മുമ്പ് നമുക്കിപ്പറിയാം പതാക കൈമാറുകയും ആ പതാക കൈമാറ്റത്തോടുകൂടെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആ ഗ്രാമത്തിലെ അടുത്ത വർഷം എവിടെയാണോ സാഹിത്യോത്സവം നടക്കുന്നത് ആ യൂണിറ്റുകാര് അല്ലെങ്കിൽ ആ പ്രദേശത്തുകാര് ഒരുങ്ങി ഒരു വർഷം മുമ്പ് തന്നെ ഒരുങ്ങി നടത്തുന്ന സാഹിത്യോത്സവങ്ങൾ ആയിരുന്നില്ല അന്നത്തെ സാഹിത്യോത്സവങ്ങൾ. അന്ന് സാഹിത്യോത്സവിന്റെ സർക്കുലർ വരുമ്പോൾ പെട്ടെന്ന് വലിയ ആശങ്കകൾ ഉണ്ടാകുകയും എവിടെ നടത്തും എന്ന വലിയ ആലോചനകൾക്ക് ശേഷം ഏതെങ്കിലും ഒരു ഗ്രാമത്തെ തിരഞ്ഞെടുക്കുകയും ആ ഗ്രാമത്തിൽ ചെന്നുകൊണ്ട് സാഹിത്യോത്സവം നടത്തണമെന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മുടെ സംഘടനാ ലീഡേഴ്സ് അവർക്ക് കഴിയുന്ന രീതിയിൽ സഹകരിക്കാറുണ്ടെങ്കിലും ഇവിടെ നിങ്ങൾ സാഹിത്യോത്സവം നടത്തിക്കോളൂ, ഞങ്ങൾ ഇൻഷാ അല്ലാഹ് വരുന്നവർക്ക് ദാഹിക്കാതെ വിശക്കാതെ ഭക്ഷണം കൊടുക്കാം, വെള്ളം കൊടുക്കാം എന്ന് പറയുന്ന ഒരു രംഗം ഉണ്ടായിരുന്നു. അവിടെ നിന്നാണ് സാഹിത്യോത്സവിന്റെ തുടക്കം. ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള ആളുകൾ പറഞ്ഞതിന് ശേഷം നമുക്ക് അത് ഇപ്പോൾ ഏത് രീതിയിലേക്ക് എത്തി എന്നുള്ളത് ചർച്ചകളിലേക്ക് കിടക്കാം. ഇൻഷാ അല്ലാഹ് ജബ്ബാർ സഖാഫി ഉസ്താദ് ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കൂ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജബ്ബാർ സഖാഫി ഉസ്താദ് പറഞ്ഞ ആ വിഷയത്തോട് കടപിടിച്ച് തന്നെ ഞാൻ പറയുന്നത്, സാഹിത്യോത്സവിൻ്റെ ആ തുടക്കകാലം, നമ്മുടെ കുട്ടിക്കാലം, നമ്മൾ സാഹിത്യോത്സവം കാണുന്നത് ഉസ്താദ് പറഞ്ഞതേ 1999 ഞാൻ ദർസിലേക്ക് പഠിക്കാൻ വേണ്ടി പോകുന്നത്. ആ കാലത്ത് അന്ന് ഈ മഞ്ചേശ്വരം ഭാഗത്ത് സാഹിത്യോത്സവം നടത്തുന്നതിന് വേണ്ടി കുമ്പള ഡിവിഷനാണ് അന്ന് ഉണ്ടായത്. അതിൻ്റെ താഴെ ഉസ്താദ് പറഞ്ഞതുപോലെ പഞ്ചായത്ത് കമ്മിറ്റികളാണ്. അപ്പോൾ അന്ന് ഓർക്കാടി പഞ്ചായത്തുണ്ട്, മഞ്ചേശ്വരം പഞ്ചായത്തുണ്ട്, മീഞ്ച പഞ്ചായത്തുണ്ട്. ഒരു പഞ്ചായത്ത് കമ്മിറ്റിക്ക് ഒറ്റയ്ക്ക് സാഹിത്യോത്സവം നടത്താൻ കഴിയുന്നില്ല. അങ്ങനെ മഞ്ചേശ്വരവും മീഞ്ച ഓർക്കാടി 3 പഞ്ചായത്തുകൾ ചേർന്നിട്ടാണ് ഒരു സാഹിത്യോത്സവം. അതാണ് എൻ്റെ ആദ്യത്തെ ഓർമ്മ. 1999 2000 അന്നത്തെ സാഹിത്യോത്സവിൻ്റെ സംഘാടകനും അതിൻ്റെ മുന്നിലുള്ള ഏറ്റവും വലിയ ഒരു മുഖം മഹാനായ മർഹൂം കണിയൂർ ഇബ്രാഹിം മുസ്ലിയാർ. അല്ലാഹു അദ്ദേഹത്തിൻ്റെ ഖബർ സ്വർഗ്ഗത്തുവാക്കി കൊടുക്കുമാറാകട്ടെ. മറക്കാൻ കഴിയാത്ത SSF എന്ന് മനസ്സിൽ കൊത്തിവെച്ച് കാണുന്ന കാലം മുതൽ കണിയൂർ ഇബ്രാഹിം മുസ്ലിയാരുടെ മുഖമാണ് ഓർമ്മ വരുന്നത്. അങ്ങനെ ഈ കുമ്പള ഈ ഡിവിഷന്റെ കീഴിലുള്ള താഴെയുള്ള ഈ പഞ്ചായത്ത് സാഹിത്യോത്സവം ഒറ്റയ്ക്ക് നടത്താൻ കഴിയാതായപ്പോൾ മഞ്ചേശ്വരം പഞ്ചായത്തും ഓർക്കാടി പഞ്ചായത്തും മീഞ്ച പഞ്ചായത്തും 3 പഞ്ചായത്ത് ഒന്നിച്ച് ചേർന്നുകൊണ്ടാണ് സാഹിത്യോത്സവം. അത് എൻ്റെ നാട്ടിൽ പാത്തൂർ CM നഗറിൽ വെച്ചാണ് നടക്കുന്നത്. അന്ന് ഇതിൻ്റെ സംഘാടനത്തിന് വേണ്ടി ഓടി നടക്കുന്ന ആള് കണിയൂർ ഇബ്രാഹിം മുസ്ലിയാരും ഈ ഓഫീസ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നമ്മളെ പ്രിയങ്കരനായ സിദ്ദീഖ് കോളിയോറാണ്. അദ്ദേഹം കൂടി ഇതിൽ സംബന്ധിക്കേണ്ടതായിരുന്നു എന്ന് എനിക്ക് ഓർമ്മ വരികയാണ്. ഒരു നീല ഷർട്ട്, ഒരു വെൽവെറ്റ് കളറുള്ള നീല ഷർട്ടിട്ട് സിദ്ദീഖിനെ അന്ന് ഓടി നടക്കുന്ന അഥവാ ഈ പേപ്പർ കാര്യങ്ങളൊക്കെ വർക്കൊക്കെ ചെയ്ത് ഒരു സാഹിത്യോത്സവം എന്ന് പറയുമ്പോൾ അന്ന് സിദ്ദീഖ് കോളിയൂറിനെ ഓർമ്മ വരുന്ന ആ ഒരു കാലം. 3 പഞ്ചായത്തുകൾ ഒന്നിച്ച് ചേർന്നുകൊണ്ടാണ് എൻ്റെ നാട്ടിൽ പാത്തൂർ CM നഗറിൽ തേപ്പൊന്നും ആവാത്ത ചെറിയൊരു മതിൽക്കെട്ട് മാത്രം കല്ല് കെട്ടിയ ഒരു ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ അന്ന് സാഹിത്യോത്സവം നടത്തിയത്. അന്ന് ഉസ്താദ് പറഞ്ഞതുപോലെ വരുന്ന ആളുകൾക്ക് ഒരു ഭക്ഷണം മാത്രമാണ് നമ്മൾ കൊടുത്തത്. അന്ന് സമ്മാനം കൊടുക്കാൻ കുറവ് വന്നപ്പോൾ ബഹുമാനപ്പെട്ട ഇബ്രാഹിം മുസ്ലിയാരൻ നമ്മെ സമാധാനപ്പെടുത്തിയതും ഓർമ്മയിൽ വരികയാണ്. ഈ നിലക്കായിരുന്നു സാഹിത്യോത്സവിൻ്റെ നമ്മുടെ കുട്ടിക്കാലത്തെ 1999 2000 വർഷത്തെ സാഹിത്യോത്സവിൻ്റെ ഓർമ്മകൾ വരുന്നത്. ബഹുമാനപ്പെട്ട കണിയൂർ ഇബ്രാഹിം മുസ്ലിയാരും ഈ സിദ്ദീഖ് കോളിയൂറും അതിൻ്റെ ശേഷം നടന്ന ഒരു പഞ്ചായത്ത്, പിന്നീട് കുറച്ചും ഒരു 6-7 വർഷം കഴിഞ്ഞിരുന്ന ഒരു നമ്മുടെ ഓർക്കാടി പഞ്ചായത്ത്
കൗൺസിൽ എനിക്ക് ഓർമ്മ വരുന്നു. ആ കൗൺസിലിൽ വെച്ച് 81 കൗൺസിലർമാരാണ് അന്ന് സംബന്ധിക്കേണ്ടത്. അതിൽ 78 കൗൺസിലർമാർ സംബന്ധിച്ചു. അങ്ങനെ ഒരു കണക്കെല്ലെടുത്ത് അന്ന് സിദ്ദീഖ് സഖാഫി ബായാറാണ് ജില്ലയിൽ നിന്ന്, ഡിവിഷനിൽ നിന്ന് റിട്ടേണിംഗ് ഓഫീസറായി വന്നത്. അന്ന് ഇബ്രാഹിം മുസ്ലിയാർ അവിടെ എഴുന്നേറ്റ് നിന്നുകൊണ്ട് 78 കൗൺസിലർമാരെ സാക്ഷി നിർത്തിക്കൊണ്ട് അദ്ദേഹം സംസാരിക്കാൻ വേണ്ടി എഴുന്നേറ്റ് നിന്ന് ഇബ്രാഹിം മുസ്ലിയാർക്ക് സംസാരിക്കാൻ വാക്കുകൾ കിട്ടുന്നില്ല. 2 കണ്ണിൽ നിന്നും കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് കണിയൂർ ഇബ്രാഹിം മുസ്ലിയാർ പൊട്ടിക്കരയുകയാണ് ചെയ്തത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഒരു SSFകാരനെ കിട്ടാൻ വേണ്ടി ഞങ്ങൾ ഓടി നടന്ന കാലം, ഒരു SSFകാരനെ കിട്ടാൻ വേണ്ടി ഞങ്ങൾ അനുഭവിച്ച ത്യാഗങ്ങൾ, പ്രയാസങ്ങൾ 89 കാലം മുതൽ ഏകദേശം ഈ 99, 2000 അല്ലെങ്കിൽ 2005, 2006, 2007 ആ സമയത്താണ് കഷ്ടപ്പാട്. 2008 ഞാൻ കോളേജിൽ നിന്ന് ഇറങ്ങി. ആ വർഷമാണ് ആ കൗൺസിൽ നടക്കുന്നത്. അങ്ങനെ ഇബ്രാഹിം മുസ്ലിയാർ അവിടെ പൊട്ടിക്കരയുകയായിരുന്നു. അപ്പോൾ അവരാണ് ഈ സാഹിത്യോത്സവിൻ്റെ സിദ്ദീഖ് കോളിയൂറാണ് ഈ 78 കൗൺസിലർമാരെ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള പണിയെടുത്തത്. അങ്ങനെ അവരുടെ ആ കാലഘട്ടത്തിൽ നമ്മൾ സാഹിത്യോത്സവം കാണുന്നൊരു കാലഘട്ടത്തിലുള്ള ആ സാഹിത്യോത്സവൻ്റെ ഓർമ്മകൾ ഇന്ന് ഫാമിലി സാഹിത്യോത്സവങ്ങൾ നടക്കുമ്പോൾ ഓർമ്മയിൽ വരുന്നത് അന്നത്തെ 3 പഞ്ചായത്ത് ചേർന്നുള്ള സാഹിത്യോത്സവം. അവിടെയാണ് തുടക്കം. അതിൻ്റെ താഴെ പിന്നെ യൂണിറ്റോ അല്ലെങ്കിൽ ഫാമിലിയോ ഒരു സാഹിത്യോത്സവം ഇല്ല. സാഹിത്യോത്സവത്തിൻ്റെ തുടക്കം തന്നെ പഞ്ചായത്തിനാണ്. ആ പഞ്ചായത്ത് തന്നെ ഒറ്റയ്ക്ക് നടത്താൻ കഴിയാതെ 3 പഞ്ചായത്ത് ഒന്നിച്ച് നടത്തിയതാണ്. അവസാനം കടവും ആയിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിപ്പോകേണ്ടി വന്ന ആ സാഹിത്യോത്സവത്തിൻ്റെ കാലം ഇന്നും ഓർമ്മ വരുന്നു. ശാന്തവാക്കി പേപ്പർ സാഹിത്യോത്സവങ്ങൾ അരങ്ങൊഴിയുകയും ഡിജിറ്റൽ സാഹിത്യോത്സവം എന്നൊരു മോഡിലേക്ക് സാഹിത്യോത്സവം അരങ്ങേറുകയും ചെയ്യുന്ന ഒരു കാലത്താണ് എൻ്റെ ഒരു സാഹിത്യോത്സവ ഓർമ്മകളുടെ തുടക്കം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ പാനലിലുള്ള ആദരണീയരായ ഉസ്താദുമാർ അവരെൻ്റെ സംഘടന ഗുരുക്കന്മാർ കൂടിയാണ്. കാലം പറയുമ്പോൾ നിങ്ങൾ തന്നെ ഒരുപക്ഷെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടാവും. 90കളാണ് അവർ നമ്മളോട് അയവിറക്കിയത്. ശരിക്കും 2008 ശേഷമാണ് സംഘടനാ രംഗത്തേക്ക് തന്നെ മഹത്തായ ഖാലിദിയ എന്ന സംസ്ഥാന ക്യാമ്പിലൂടെ ഒരു വോളണ്ടിയറായി കയറി വരുന്നൊരു സാഹചര്യം ഉണ്ടായത്. അതിനുശേഷം മഞ്ചേശ്വരത്ത് വെച്ചൊരു ഹാളിൽ നടന്ന സാഹിത്യോത്സവമാണ് എൻ്റെ ആദ്യ സാഹിത്യോത്സവമായി എനിക്ക് ഓർത്തെടുക്കാൻ പറ്റുന്ന സാഹിത്യോത്സവം ഉള്ളത്. അന്ന് ചെറിയൊരു സംഘാടകൻ മാത്രമാണ്. സാഹിത്യോത്സവിന്റെ മത്സരഫലങ്ങൾ പ്രഖ്യാപിക്കുന്നതിന് വേണ്ടി വേദികളിൽ നിന്ന് ഒരുപക്ഷെ ഓഫീസ് സംവിധാനത്തിന്റെ ആ ഒരു ഭാഗത്തേക്ക് ഓടുന്നൊരു രീതി അന്നുണ്ടായിരുന്നു. അതെന്താണെന്ന് ചോദിച്ചാൽ, സാഹിത്യോത്സവിന്റെ അവസാന സെഷനിലേക്ക് പരിപാടി കടക്കുന്ന ഘട്ടങ്ങളിൽ തീർച്ചയായും ഫൈനൽ പോയിന്റുകൾ കൂട്ടി കൃത്യമാക്കി എന്ത് വേണം അവിടെ പ്രഖ്യാപിക്കപ്പെടണം. അങ്ങനെ പ്രഖ്യാപിക്കപ്പെടണമെങ്കിൽ ഓഫീസിൽ ഒരു നോട്ട് ബുക്കിൽ കൃത്യമായും 1, 2, 3 ആളുകൾ വളരെ വെപ്രാളപ്പെട്ട് ഇത് ക്രമീകരിക്കണം എന്ന രീതിയായിരുന്നു അന്നുണ്ടായിരുന്നത്. പഴയ അനുഭവങ്ങളും കഥകളും കുറെ അങ്ങോട്ട് പറഞ്ഞു പോകുന്നതിന് പകരം പുതിയ കാലത്ത് എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്ന് ജസ്റ്റ് ഒന്ന് നമ്മൾ ഇങ്ങനെ വിലയിരുത്തുകയാണെങ്കിൽ തന്നെ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന 8 ഘടകങ്ങളിലായി നടന്നുകൊണ്ടിരിക്കുന്ന ഫാമിലി മുതൽ ദേശീയ സാഹിത്യോത്സവം വരെയുള്ള സാഹിത്യോത്സവങ്ങളെ നമ്മൾ എടുക്കുകയാണെങ്കിൽ വളരെ ഏറ്റവും അടിത്തട്ടിൽ തന്നെ ഇപ്പോൾ ഫാമിലി സാഹിത്യോത്സവം ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ ഉസ്താദ് അവരുടെ വീട്ടിൽ നടന്ന് ഇങ്ങനെ തുടക്കം കുറിച്ച് അങ്ങനെയാണ് ഡിവിഷനിൽ നമ്മൾ എത്തി നിൽക്കുന്നത്. ഓരോ സാഹിത്യോത്സവിൻ്റെയും ബൈ പ്രൊഡക്റ്റ് എന്താണ് എന്ന് ചോദിച്ചാൽ നമുക്ക് വെറും ഒരു പോസ്റ്റർ മാത്രം എടുക്കുകയാണെങ്കിൽ സാഹിത്യോത്സവിൻ്റെ ഒരു കുതിപ്പ്, സാഹിത്യോത്സവിൻ്റെ ഒരു ലെവൽ മാറ്റം, എത്രമാത്രം ആഴത്തിലുള്ള ഒരു പരിവർത്തനമാണ് പ്രവർത്തകർക്കിടയിലും നാട്ടിലും സമൂഹത്തിലും സംഘടനക്കകത്തും പുറത്തുമൊക്കെ ഉണ്ടാക്കിയത് എന്ന് നമുക്ക് നന്നായി മനസ്സിലാക്കാൻ സാധിക്കും. അതിൻ്റെ ഒരു മറ്റൊരു മോഡലാണ് ഇന്ന് കെതുമ്പാടിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കെതുമ്പാടിയുമായി പിന്നെ അഭേദ്യമായ ഒരു ബന്ധം ഉണ്ട് എന്ന് സാന്ദർഭികമായി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്.
എൻ്റെ ഒരു സെക്ടർ കാലം, എൻ്റെ ഒരു പിന്നെ സാഹിത്യോത്സവം, മറക്കാൻ പറ്റാത്ത ഒരു സാഹിത്യോത്സവം ഉണ്ടാകുന്ന കാലവും എൻ്റെ സെക്ടർ കാലവും 2013-14 കാലമാണ്. 2014 സംസ്ഥാന സാഹിത്യോത്സവം നമ്മുടെ ജില്ലയാകുന്ന കാസർഗോഡ് ജില്ലയിലെ, അല്ലെങ്കിൽ കുമ്പള ഡിവിഷൻ, മഞ്ചേശ്വരം ഡിവിഷനിലെ, മഞ്ചേശ്വരം ഡിവിഷൻ ആദ്യമായി കുമ്പള ഡിവിഷനിലെ മഞ്ചേശ്വരം സെക്ടറിൽ ഉണ്ടാകുന്നത്. മൽഹറിൽ വെച്ചിട്ടാണ് ആ സാഹിത്യോത്സവം നടക്കുന്നത്. മറക്കാൻ പറ്റാത്തൊരു സാഹിത്യോത്സവമായിരുന്നു ആ സാഹിത്യോത്സവം. അതിലേക്ക് ഞാൻ കടന്ന് ഇപ്പോൾ സംസാരിക്കുന്നില്ല. അപ്പോൾ ആ ഒരു കാലത്താണ് നമ്മുടെ പിന്നെ സംഘടനക്കകത്ത് ഒരു മെന്റർ സംവിധാനം അല്ലെങ്കിൽ കോർഡിനേറ്റർ സംവിധാനം ഓരോ ഘടകങ്ങൾക്കിടയിലും വരുന്നത്. അപ്പോൾ സെക്ടറിൽ നിന്ന് യൂണിറ്റിനെ കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു UC ഉണ്ടാവും. ആ UC എന്ന നിലയിൽ കെതുമ്പാടിയുമായി അഭേദ്യമായ ഒരു ബന്ധം എനിക്കുണ്ട് എന്ന് പറയാൻ ഞാൻ ഈ വേദിയിൽ ഇരുന്ന് അഭിമാനിക്കുകയാണ്. അന്ന് തർബിയ എന്ന് പറയുന്ന വലിയൊരു ക്യാമ്പ്, വലിയ നീണ്ട ഒരു സംഘടനാ കാലം മുഴുവനും എല്ലാ യൂണിറ്റുകളെയും ഇളക്കി മറിച്ചുകൊണ്ട് ഒരുപാട് പ്രവർത്തകരെ വാർത്തെടുക്കാൻ കാരണമായ സംഘടനാ പ്രോഗ്രാമായിരുന്നു തർബിയ എന്ന് പറയുന്ന യൂണിറ്റ് ക്യാമ്പ്. ആ യൂണിറ്റ് ക്യാമ്പ് നിരന്തരമായി അപ് ടു ഡേറ്റ് ആയി നടന്നിരുന്ന ഒരു യൂണിറ്റ് ആയിരുന്നു നമ്മുടെ കെതുമ്പാടി യൂണിറ്റ്. ഒരുപാട് തവണ റഹീം സഖാഫി ഉസ്താദ് അടക്കമുള്ള ആളുകളെ നമ്മുടെ ഈ ബിൽഡിങ്ങിന്റെ പിറകുവശത്തിരിക്കുന്ന ഓഫീസിലേക്ക് കൊണ്ടുവന്ന് ക്ലാസ് എടുപ്പിച്ച ഓർമ്മ എനിക്കുണ്ട്. ഒരുപാട് പരിചയമുള്ള മുഖങ്ങൾ ഈ സദസ്സിനും പുറത്തും ഉണ്ട് എന്നുള്ളത് അഭിമാനകരമായ ഒരു സംഗതിയാണ്. ഏതായിരുന്നാലും പുതിയ കാലത്തെ സാഹിത്യോത്സവിനെ നമ്മൾ വിലയിരുത്തുമ്പോൾ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നേരത്തെ പറഞ്ഞല്ലോ, അതായത് പേപ്പർ സാഹിത്യോത്സവിൽ നിന്ന് ഡിജിറ്റൽ സാഹിത്യോത്സവിലേക്ക് നമ്മൾ മാറുന്നു എന്ന് പറയുന്ന ആ കാലത്ത് അന്നൊരു ഡിജിറ്റൽ സാഹിത്യോത്സവിന്റെ തുടക്കം, ഡിജിറ്റൽ സാഹിത്യോത്സവം അല്ലെങ്കിൽ സാഹിത്യോത്സവം മുഴുവനും ഡിജിറ്റൽ വൽക്കരിച്ചുകൊണ്ട് നടക്കുന്നു എന്ന് പറയുന്ന ഒരു ഘടകമുണ്ടെങ്കിൽ തന്നെ അത് ഒരുപക്ഷെ സ്റ്റേറ്റോ ജില്ലയോ ഒക്കെ ആയിരിക്കും. അതിന് താഴേക്ക് പിന്നെയും ഒരുപാട് സാഹിത്യോത്സവങ്ങൾ നിരന്തരമായി ഇങ്ങനെ പേപ്പറും അല്ലാതെയും സിസ്റ്റമൊക്കെ ഉള്ളിടത്ത് ഏതെങ്കിലും ഒരു കുട്ടി, ടെക്കി ആയിട്ടുള്ള ഒരു കുട്ടി അപ്പോൾ ഉണ്ടെങ്കിൽ ആ കുട്ടി എന്ത് ചെയ്യും, അത് ഓപ്പറേറ്റ് ചെയ്യും, അപ്പോൾ അതെന്താവും സംഭവിക്കും എന്നുള്ളതൊഴിച്ചാൽ പൂർണ്ണമായും അതിലേക്ക് കടന്നുകൊണ്ടുള്ള ഒരു സാഹിത്യോത്സവ അനുഭവം സെക്ടർ കാലത്ത് എനിക്ക് കുറവാണ്. ഡിവിഷൻ, ജില്ലാ കാലത്തൊക്കെ പിന്നെ സാഹിത്യോത്സവങ്ങളിൽ പങ്കെടുക്കുമ്പോഴാണ് പൂർണ്ണമായും ഡിജിറ്റൽ എന്നുള്ളതിലേക്ക് വന്നത്. ഇപ്പോൾ ഏറ്റവും അപ്ഡേറ്റഡ് ആയി വരുന്ന AI സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരുപാട് മത്സരങ്ങൾ തന്നെ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും. പുതിയ കാലത്തെ ജെൻസിയെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ജെൻസിയുമായി ബന്ധപ്പെട്ട് ലിങ്ക് ചെയ്ത് നിൽക്കുന്ന ഒരുപാട് പിന്നെ മത്സര ഇനങ്ങൾ നമ്മുടെ മാനുവലിൽ ഇങ്ങനെ നമുക്ക് കാണാൻ കഴിയും. അതിൻ്റെ പിന്നെ ജഡ്ജ്മെന്റ് തന്നെ എങ്ങനെയായിരിക്കും എന്നുള്ളത് തന്നെയൊക്കെ ഞാനിങ്ങനെ ആലോചിച്ച് പോയിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ചുള്ളൊരു ജഡ്ജ്മെന്റ് രീതി എന്താവണം, ഒരുപക്ഷെ ജെൻസി രംഗത്തുള്ള കുട്ടികൾ നടത്തുന്ന അല്ലെങ്കിൽ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ നടത്തുന്ന സാഹിത്യോത്സവം വിലയിരുത്താനുണ്ടാവുക ഒരുപക്ഷെ കുറെ കൂടി മുമ്പ് കാര്യങ്ങൾ വിലയിരുത്തി പോയ വിധികർത്താക്കളായിരിക്കുമല്ലോ. അപ്പോൾ ആ തരത്തിൽ SSF അപ്ഡേറ്റഡ് ആണ്, സാഹിത്യോത്സവ് അപ്ഡേറ്റഡ് ആണ്, റോൾ മോഡലാണ് എന്ന് പറഞ്ഞു വെക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സമയത്തിന്റെ അഭാവം മനസ്സിലാക്കുന്നു. എന്നാലും ഒന്നും കൂടി ഈ കാലത്ത് സാഹിത്യോത്സവം എത്ര കൊണ്ട് ഫലിച്ചു, എത്ര പുതുമുഖങ്ങളെ നമുക്ക് കിട്ടാൻ സാധിച്ചു എന്നതിൻ്റെ ഒരു ചെറിയ രൂപത്തിലുള്ള ചർച്ചയും കൂടി ഇവിടെ വേണമെന്ന്. അപ്പോൾ നേരത്തെ പറഞ്ഞതിൽ ഒന്നുകൂടി പുതിയ തലമുറക്ക് വേണ്ടി പറയാണ്, ഇവിടെ നമുക്ക് പ്രസംഗ മത്സരങ്ങളുണ്ട്. നേരത്തെ തന്നെ പ്രസംഗത്തിൻ്റെ വിഷയങ്ങൾ നൽകി 5 അല്ലെങ്കിൽ 10 വിഷയങ്ങൾ നൽകി അതിൽ നിന്ന് സെലക്റ്റഡ് ആയ ഒരു വിഷയമാണ് പ്രസംഗിക്കുന്നത്. ഞാൻ മത്സരരംഗത്തുള്ള സമയത്ത് ഞാൻ പൈവളിക സർക്കിൾ പഞ്ചായത്തിനെയാണ് പ്രതിനിധീകരിച്ച് വരുന്നത്. എതിരാളികൾ ഒന്ന് കരീം മാഷ് ഇങ്ങനെ തുടങ്ങിയ പ്രഗത്ഭരായ ആളുകളാണ്. ഡിവിഷനിലെത്തിയപ്പോൾ പ്രസംഗത്തിനാണ്. ആ പ്രസംഗത്തിന് നമ്മളെ കോഡ് ലെറ്റർ നേരത്തെ നൽകും, എന്നിട്ട് കോഡ് ലെറ്റർ A എന്ന് വിളിക്കും. വിളിച്ച് കയറുമ്പോൾ ഒരു കടലാസ് തരും, എന്നിട്ട് അതിൻ്റെ അകത്ത് വിഷയം ഉണ്ടാകും. എന്നിട്ട് അത് വന്നിട്ട് പ്രസംഗിക്കണം. നോക്കാനൊന്നും സമയമൊന്നുമില്ല. അങ്ങനെ ഒരു ഓർക്കുകയാണ്, ഒരു ഡിവിഷൻ സാഹിത്യോത്സവത്തിൽ കരിവള്ളൂർ ഉസ്താദ് ഇങ്ങനെ തുടങ്ങിയ പ്രഗത്ഭരായ ആളുകളാണ് ജഡ്ജസ്മാർ. ഞങ്ങളന്ന് 5 പേരാണ് മത്സര രംഗത്തുള്ളത്. അങ്ങനെ പെട്ടെന്ന് കയറിയപ്പോൾ എനിക്ക് കിട്ടിയ വിഷയം ചൂഷണം ചെയ്യപ്പെടുന്ന ആത്മീയത എന്നുള്ളതാണ്. എനിക്ക് ഈ ചൂഷണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അറിയില്ല. കാരണം ഒരാളോട് ചോദിക്കാനുള്ള അവസരമില്ല. കയറിയിട്ട് ചൂഷണം ചെയ്യപ്പെടുന്ന ആത്മീയത
പിന്നെ എന്തായാലും ആത്മീയത എന്ന് പറയുന്നതിനെ കുറിച്ച് കുറച്ചൊക്കെ അറിയാം. പിന്നെ ഇങ്ങനെ താജുൽ ഉലമനെ കുറിച്ചും നമ്മുടെ ആത്മീയ നേതൃത്വം എന്നൊക്കെ നന്നായി പ്രസംഗിച്ചു. അങ്ങനെ അവസാനം നോക്കുമ്പോൾ അന്നും എന്തുണ്ട്, ഗ്രേഡ് സിസ്റ്റം ഇല്ലെങ്കിലും ഫസ്റ്റിന് 10, സെക്കൻഡിന് 8 എന്ന രീതിയിലാണ്. അപ്പോൾ റിസൾട്ട് പ്രഖ്യാപിക്കുമ്പോൾ 8 പോയിന്റോട് കൂടെ 2ാം സ്ഥാനമാണ് നേടിയത്. അപ്പോൾ ഇത് ഭയങ്കര ഒരു ആവേശം പിന്നീട് സംഘടനാ രംഗത്തുണ്ടായി. അപ്പോൾ ഏതായാലും ഏത് വിഷയത്തിലും നമുക്ക് ഇടപെടാൻ കഴിയും എന്നുള്ളൊരു ബോധ്യമാണ് അതിലുണ്ടായത്. അങ്ങനെ സാഹിത്യോത്സവം, പിന്നെ സെക്ടർ സാഹിത്യോത്സവം നടക്കുമ്പോൾ, പഞ്ചായത്ത് സാഹിത്യോത്സവം നടക്കുമ്പോൾ ഇപ്പോൾ നേതാക്കൾക്ക് ഒരു ടെൻഷനും ഇല്ല. അന്ന് സംഘാടകരായി പിരിക്കേണ്ടത് ഞങ്ങളാണ്. പിരിക്കാൻ വാട്സപ്പില്ല, ഇങ്ങനെ ഒരു സംവിധാനം ഇല്ല. ഇറങ്ങി തിരിച്ച് അതിന് പുറമെ യൂണിറ്റുകളിൽ പോകണം. അവർക്ക് നേരത്തെ ലിസ്റ്റ് കൊടുക്കും. ലിസ്റ്റ് കൊടുത്തിട്ട് അന്ന് കിറാത്ത് മത്സരമൊക്കെ ഉണ്ട്, അത് തിരിച്ചു തരും. തിരിച്ചു തന്നപ്പോൾ സർക്കിൾ പഞ്ചായത്തിലേക്ക് തിരിച്ചു തന്നപ്പോൾ ഒരു യൂണിറ്റിന്റെ ലിസ്റ്റിൽ 8 പേരാണ് കിറാത്തിനുള്ളത്. ഒരു യൂണിറ്റിൽ നിന്ന് ഒരാളാണ് പ്രതിനിധീകരിക്കേണ്ടത്. 8 പേരുടെ പേര് കിറാത്തിന് തന്നിട്ടുണ്ട്. പിന്നെ മലയാള ഗാനം നടന്നിട്ടാണ്, ഇന്നത്തെ മധു ഗാനോ ഭക്തിഗാനോ ഒന്നും ഇല്ല. മലയാള ഗാനത്തിന് 11 പേര് തന്നു എന്ന് മാത്രമല്ല, പിറ്റേന്നാണ് ഇത് നടക്കുന്നത്. ഈ കിറാത്തിന് ആ യൂണിറ്റിൽ നിന്ന് 8 പേരും, അതുപോലെ തന്നെ പാട്ടിന് 11 പേരും വന്നിട്ട് ഞങ്ങളെല്ലാവരും പേര് തന്നിരുന്നു. ഭയങ്കര പ്രശ്നം. കാരണം ഇവിടെ ഞങ്ങൾ പിന്നെ പറഞ്ഞു, ആരെങ്കിലും ഒരാളെ അത് പറ്റൂല. പിന്നെ ഞങ്ങൾക്ക് ആ 11 ആളെ ഒരു വേറെ എന്നെ ഇരുത്തിയിട്ട് മത്സരിപ്പിച്ചിട്ട് അതിൽ നിന്ന് ജയിപ്പിച്ചിട്ട് ഇവിടെ മത്സരം നടത്തേണ്ടി വന്നു. അത് കാരണം എന്ന് പറഞ്ഞാൽ ഈ കുട്ടികളോട് പറഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് ബോധ്യപ്പെടൂല. മാത്രമല്ല അന്ന് വരുന്നത് ഈ കുട്ടികൾ മാത്രമല്ല, ആ നാട്ടുകാർ മുഴുവനും സാഹിത്യോത്സവന് വന്നിരുന്നു. സാഹിത്യോത്സവന്റെ ഒരു ഫലം വരുമ്പോൾ ആ നാട്ടുകാർ ഒന്നടങ്കം ആവേശത്തോടുകൂടെ തക്ബീർ ചൊല്ലുന്ന രംഗങ്ങൾ പലപ്പോഴും കണ്ടിരുന്നു. പക്ഷെ അത് ഇന്ന് എന്തായിട്ടുണ്ട്, കുറഞ്ഞു പോയിട്ടുണ്ട്. ആവേശം വേണ്ട എന്നല്ല, ഇനി ചിലപ്പോൾ നമ്മുടെ ലീഡേഴ്സ് അത് ഓവറായി പോകുമോ, പ്രശ്നമാകുമോ എന്ന് പറഞ്ഞ് നിയന്ത്രിക്കുന്നതായിരിക്കാം. പക്ഷെ അങ്ങനെ ഒരു രീതി പുതിയ കാലത്ത് കൂടുതലായി കാണുന്നില്ല. പക്ഷേ മത്സര രംഗത്തേക്ക് പുതിയ കാലത്ത് ധാരാളം ആളുകൾ കടന്നു വരുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷെ കടന്നു വരുന്നവരിൽ തന്നെ നമ്മുടെ മത്സരം നിയന്ത്രിക്കുമ്പോൾ ബോധ്യപ്പെടുന്നത് പാട്ട് മത്സരവും മറ്റതിലേക്കാണ് കൂടുതൽ വരുന്നത്. പ്രസംഗ രംഗത്ത് കഴിഞ്ഞ കാലങ്ങളെക്കാൾ നമ്മുടെ നാടുകളിൽ ശോഭിക്കുന്ന പ്രഭാഷണങ്ങൾ കടന്നു വരുന്നില്ല എന്നതാണ് തന്നെയാണ് ബോധ്യപ്പെട്ടത്. ഇത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ SSFന്റെ കുറവല്ല, പക്ഷെ പുതിയ തലമുറയിലെ വിദ്യാർത്ഥികൾ വായിക്കുന്നില്ല എന്നുള്ളതാണ്. വായനക്ക് പ്രാധാന്യം കൽപ്പിക്കുന്നില്ല. അത് പ്രസംഗത്തിൽ കൃത്യമായി നിഴലിച്ചു നിൽക്കുന്നുണ്ട്. കാരണം തനിക്ക് കിട്ടിയ വിഷയം ആരോടും ചോദിക്കാനും നമ്മുടെ മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് ആ വിഷയത്തെ സെർച്ച് ചെയ്യാനുമുള്ള അവസരമുണ്ടായിട്ട് പോലും നേരത്തെ കൊടുക്കുന്ന സീനിയർ ഇപ്പം ഇവിടുത്തെ മത്സരം നാളെയാണുള്ളത്. ജൂനിയർ മത്സരം നിയന്ത്രിച്ചപ്പോൾ ബോധ്യപ്പെട്ടത് അവർക്ക് കൃത്യമായിട്ട് ബോധ്യപ്പെടുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ പുതിയ കാലത്ത് നല്ല രീതിയിലുള്ള ഒരുക്കങ്ങൾ സാഹിത്യോത്സവിൽ നടക്കുന്നുണ്ട്. പിന്നെ പുതിയ പുതിയ പ്രതിഭകൾ വരുന്നുണ്ട്. പക്ഷെ അവർ സാഹിത്യോത്സവിൽ മാത്രം വരുന്നതാണോ എന്നൊരു സംശയം കൂടി തീർച്ചയായിട്ടും ഉണ്ട്. ഉസ്താദ് അവസാനം പറഞ്ഞ വാക്കാണ് നമ്മളും കൂടി ഉദ്ദേശിക്കുന്നത്. അതായത് കഴിഞ്ഞ കാലത്ത് ഈ പ്രസ്ഥാനത്തിൻ്റെ വലിയൊരു പ്രബോധന മേഖല സാഹിത്യോത്സവമായിരുന്നു. ഒരുപാട് പ്രതിഭകളെ, പ്രവർത്തകരെ ഈ സാഹിത്യോത്സവത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ അന്ന് ഇത്തരത്തിലുള്ള ഒരു സാമൂഹിക കലുഷിതമായ ഒരു അന്തരീക്ഷമായിരുന്നില്ല. ഇന്നത്തെ സാമൂഹികമായ ഒരു കലുഷിതമായ ഒരു അന്തരീക്ഷം നോക്കുമ്പോൾ പഴയ കാലത്തിനേക്കാൾ വളരെ മോശമായ ഒരു കാലത്ത് നിന്ന് കുട്ടികൾ വരുന്നത് വലിയൊരു നേട്ടം തന്നെയാണ്. അത് very പോസിറ്റീവായി കാണേണ്ട ഒരു വിഷയമാണ്. കാരണം കഴിഞ്ഞ കാലത്തുള്ള ഒരു മോശമായ ചുറ്റുപാടിനേക്കാൾ എത്രയോ 10 മടങ്ങ് തിന്മകൾ നിറഞ്ഞു നിൽക്കുന്ന കൂട്ടത്തിൽ നിന്നാണ് നമ്മുടെ പുതിയ പ്രവർത്തകർ അഥവാ സാഹിത്യോത്സവത്തിലേക്ക് വരുന്നത്. ആ സാഹിത്യോത്സവത്തിലേക്ക് വരുന്നവരെ കൂടുതൽ സംഘടനാ പ്രവർത്തന രംഗത്തുകൂടി അവർ ഉപയോഗപ്പെടുത്തുന്നിടത്ത് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ ഒരു ഉപോൽപ്പന്നമായി എന്താണ് ഉണ്ടാവുക എന്നുള്ളൊരു ചോദ്യം അവിടെ ബാക്കിയാവുകയാണല്ലോ. അതുകൂടി ഫില്ല് ചെയ്ത് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം എന്ന് തോന്നുകയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ചോദിക്കുകയാണെങ്കിൽ KU CU പോലെയുള്ള യൂണിവേഴ്സിറ്റികൾ, ഇഗ്നോ യൂണിവേഴ്സിറ്റി അടക്കമുള്ള യൂണിവേഴ്സിറ്റികൾ പ്രൈവറ്റ് സെക്ടറിൽ ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ എക്സിക്യൂഷൻ, ഇവൻറ്റ് മാനേജ്മെൻറ്റ് പോലെയുള്ള കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടല്ലോ. അത്തരം കോഴ്സുകൾ നമ്മൾ പൂർത്തിയാക്കുകയാണെങ്കിൽ തന്നെ 40 മുതൽ 1,20,000 വരുന്ന രൂപ ചെലവഴിച്ചിട്ടാണ് എന്ത് ചെയ്യുക, ഒരു എക്സിക്യൂഷൻ ഓർഗനൈസേഷൻ പോലെയുള്ള കോഴ്സുകൾ എന്ത് ചെയ്യുക, കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുക. പഠിതാക്കളായ വിദ്യാർത്ഥികൾ എൻ്റെ മുമ്പിലുണ്ടല്ലോ. നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ജെമിനി
ചെയ്താലോ അല്ലെങ്കിൽ മറ്റ് സംവിധാന സെർച്ച് എഞ്ചിനുകൾ ഉപയോഗിച്ചാൽ അതിൻ്റെ ഫുൾ ഡാറ്റാസ് നമുക്ക് കിട്ടാൻ വേണ്ടി സാധിക്കും. ഞാനിത് പറഞ്ഞു വെക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ഇവിടെ നമ്മൾ ഇതിൻ്റെ സംഘാടകരാകുന്ന ഡിവിഷൻ ഭാരവാഹികളോട് ഒരുപക്ഷെ നമ്മൾ ചോദിക്കുകയാണെങ്കിൽ, ഇവിടെ ഇങ്ങനെ ഇട്ടിരിക്കുന്ന ഈ പന്തലിന് കൃത്യമായൊരു ഡയമെൻഷൻ ഉണ്ട്. ഇങ്ങനെ ഒരു പന്തൽ, ഇവിടെ സ്ഥലം എങ്ങനെയാണുള്ളത്, ഇങ്ങനെ ഒരു പന്തൽ ഇടണം എന്ന രീതിയിലായിരിക്കില്ല തീർച്ചയായും ഈ പന്തൽ ഉണ്ടായിട്ടുണ്ടാവുക എന്ന് ഞാനിങ്ങനെ പറഞ്ഞു വെക്കാൻ ആഗ്രഹിക്കുകയാണ്. എത്ര വീതി വേണം, എത്ര ഹൈറ്റ് വേണം, എത്ര നീളം വേണം എന്നുള്ള കാര്യത്തിൽ ഒരുപാട് തർക്കങ്ങൾ നടന്നതിന് ശേഷമായി, അതായത് സൗന്ദര്യപരമായ തർക്കങ്ങൾ നടന്നതിന് ശേഷമായിരിക്കും എന്തുണ്ടാവുക, ഇത്രയും ഒരു രമണീയമായ ഒരു പന്തൽ ഇവിടെ ഉയർന്നിട്ടുണ്ടാവുക. അതേപോലെ തന്നെ നമുക്ക് എടുത്തു തന്നെ കാണിക്കാനും കാണാനും പറ്റുന്ന ഈ വേദിയുടെ ബാക്ക്ഗ്രൗണ്ട് ഇത് വരയ്ക്കുകയാണെങ്കിൽ, ഞാൻ അതിന്റെ റേറ്റ് പറയുന്നില്ല, റേറ്റ് പറഞ്ഞാൽ അകത്തും പുറത്തുമുള്ള ആളുകൾ ഒരുപക്ഷെ അതിന്റെ മാർക്കറ്റിൽ വ്യത്യാസങ്ങൾ വരുത്താൻ സാധ്യതയുള്ളത് കൊണ്ട് അതിന്റെ വാല്യൂ ഞാൻ പറയുന്നില്ല. വാല്യൂ ഇങ്ങനെ പറയാനാണ് ആഗ്രഹിക്കുന്നത്. അതായത് ഇത് നമ്മുടെ പ്രവർത്തകരുടെ കരവിരുതിനാലുണ്ടായ ഒരു സാധനം തന്നെയാണ് 100%. ഈ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഈ എന്താണ് ഇതിന്റെ മലയാളം, അതായത് ഈ ഭൂതക്കണ്ണാടി അല്ലേ, അതേപോലെ തന്നെ കാണുന്ന ഓരോ അക്ഷരങ്ങളടക്കമുള്ള കാര്യങ്ങൾ, ഇതെല്ലാം നമ്മുടെ പ്രവർത്തകരാൽ ഉണ്ടായ സംഗതികളാണ്. അതേപോലെ തന്നെ ഇതിപ്പോ ഒരു 1-ാം വേദിയാണ്, വ്യത്യസ്തങ്ങളായ വേദികൾ, അതേ സമയത്ത് തന്നെ വ്യത്യസ്തങ്ങളായ ഓഫ് സ്റ്റേജ് മത്സരങ്ങൾ നടക്കുന്നതിനാവശ്യമായ മെറ്റീരിയലുകൾ, ഇതെല്ലാം ഉണ്ടാക്കുന്നതും ഇതിന്റെ എല്ലാം പിറകിൽ പ്രവർത്തിക്കുന്നതും SSF-ന്റെ പ്രവർത്തകരാണ്. സാഹിത്യോത്സവം കൊണ്ട് എന്തുണ്ടാകുന്നു എന്ന് ചോദിച്ചാൽ, നേരത്തെ പറഞ്ഞതുപോലെ അടിസ്ഥാനപരമായി എന്ന് പറയുന്ന ആ ഒരു ആശയത്തിലേക്ക്, അല്ലെങ്കിൽ ആ ഒരു വചനത്തിലേക്ക് ആളുകളെ അല്ലെങ്കിൽ നമ്മുടെ പ്രവർത്തകരെ എത്തിക്കുന്ന രൂപത്തിൽ തന്നെയുള്ള പ്രവർത്തനങ്ങളാണ് എന്ത് ചെയ്യുന്നത്, SSF എല്ലാ ഘടകങ്ങളിലും ചെയ്തു വരുന്നത്. അപ്പോൾ ചിലപ്പോൾ നേരത്തെ ഉസ്താദ് പറഞ്ഞതുപോലെ ചിലപ്പോൾ ചില മത്സരങ്ങളിൽ മാത്രം കാണുന്ന ചില മുഖങ്ങൾ ഉണ്ടാകും, ചില പ്രതിഭകൾ ഉണ്ടാകും. എന്നാൽ പോലും ഇന്ന് ഡിവിഷൻ സാഹിത്യോത്സവിന്റെ സംഘാടനത്തിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന നല്ലൊരു ശതമാനം ഭാരവാഹികൾ പോലും കഴിഞ്ഞകാല സാഹിത്യോത്സവിന്റെ മത്സരാർത്ഥികളും അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ സാഹിത്യോത്സവിനെ ടച്ച് ചെയ്തു പോയവരും ആണ് എന്ന് പറയാൻ അഭിമാനിക്കുകയാണ്. ഏതായിരുന്നാലും സമയത്തിന്റെ അഭാവമുണ്ട്. കൂടി വരുന്നത് സന്തോഷമാണ്. ഓരോ വർഷത്തിലെങ്കിൽ സാഹിത്യോത്സവം അവരും കൂടി വരുന്നുണ്ടല്ലോ, അത് സന്തോഷമുള്ള കാര്യം തന്നെയാണ്. നമ്മളത് കുറ്റായിട്ട് പറയേണ്ട കാര്യമല്ല എന്നുള്ളതാണ്. ഏതായിരുന്നാലും ഇനി അടുത്ത സാഹിത്യോത്സവം ഞങ്ങൾക്ക് വേണം എന്ന് പറയത്തക്ക രൂപത്തിലായിരിക്കും എൻ്റെ മുമ്പിലിരിക്കുന്ന മത്സരാർത്ഥികളും അല്ലെങ്കിൽ അത് വ്യത്യസ്തങ്ങളായ ഘടകങ്ങളിൽ നിന്നെത്തിയ മത്സരാർത്ഥികളുടെ കൂടെ നിന്നെത്തിയ പ്രിയപ്പെട്ട മുസ്ലിം ജമാഅത്തിൻ്റെയും സുന്നി യുവജന സംഘത്തിൻ്റെയും ഒക്കെ സാരഥികൾ ഇത് കേട്ടതിന് ശേഷം അവരുടെ ഒരു മനോഭാവം ഉണ്ടാവുക എന്നുള്ള ഒരു സന്തോഷത്തോടു കൂടിയാണ് പിന്നെ അവസാനിപ്പിക്കുന്നത്. ഏതായിരുന്നാലും അങ്ങനെ ആവട്ടെ എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. വലിയ സന്തോഷം, വലിയ ആലോചനകളാണ് നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുള്ളത്. എനിക്ക് തന്നെ തോന്നുന്നു ഇനിയും സമയം വേണം ഈ ചർച്ചയ്ക്ക്. എന്നാലും സമയത്തിൻ്റെ അഭാവം മനസ്സിലാക്കിക്കൊണ്ട് ഇൻഷാ അല്ലാഹ് മുൻകാല നേതാക്കൾ, 2 പ്രസിഡന്റുമാർ, ഒരു ജനറൽ സെക്രട്ടറി അടക്കം ഈ സംഗമത്തിൽ ചർച്ച ചെയ്ത് വലിയ സന്തോഷം നൽകുന്നുണ്ട്. ഡിവിഷൻ കമ്മിറ്റിയുടെ എല്ലാവിധ സന്തോഷങ്ങളും അറിയിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഈ സംഗമം